മക്കളെയും ായ യേശുക്രിസ്തുവിന്റെ നിശ്ചല നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ഒരു വാക്യം വായിക്കാം. എഫെസ്യരുടെ ലേഖനം അതിന്റെ 1-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിക്കാം. എഫെസ്യരുടെ ലേഖനം 1:17. നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതെന്ന്. സ്തോത്രം. ഹാലേലൂയ. വളരെ വളരെ പവർഫുള്ളായ ഒരു പ്രയറാണ് പൗലോസ് അപ്പോസ്തലൻ എഫെസ്യർക്ക് ഉള്ള സഭയിലേക്കുള്ള വിശ്വാസത്തിന് വേണ്ടി ചെയ്യുന്നത്. ഹല്ലേലൂയ. താൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികൾ, എഫെസ്യരുള്ള വിശ്വാസികൾ, അവർക്ക് വേണ്ടി വലിയൊരു പ്രയറാണത്. ഒരു കുറച്ച് വാക്കുകൾ മാത്രമാണ് ഞാൻ എടുത്തത്. ഹല്ലേലൂയ. സ്തോത്രം. അതിങ്ങനെയാണ്: നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ദൈവം മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിക്കും. ഞാൻ അത്ര എടുത്ത് പറയാം. ഹല്ലേലൂയ. എന്താണ് അവിടെ പറയുന്നത്? അവിടെ ആദ്യമേ പിതാവ്, ക്രിസ്തുവിന്റെ പിതാവ്, മഹത്വമുള്ള പിതാവ് എന്നൊക്കെ കുറച്ച് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും താഴേക്ക് വരുമ്പോൾ ആ ദൈവത്തിന്റെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത്: സ്പിരിറ്റ് ഓഫ് വിസ്ഡം, സ്പിരിറ്റ് ഓഫ് റെവലേഷൻ. ഹാലലൂയ. രണ്ട് കാര്യങ്ങളെ കുറിച്ച് പൗലോസ് അവിടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്: സ്പിരിറ്റ് ഓഫ് വിസ്ഡം, സ്പിരിറ്റ് ഓഫ് റെവലേഷൻ. ഹാലലൂയ. എന്താണ് ഈ സ്പിരിറ്റ് ഓഫ് വിസ്ഡവും എന്താണ് സ്പിരിറ്റ് ഓഫ് റെവലേഷൻ? ഹാലലൂയ. സ്തോത്രം. ഈ രണ്ട് കാര്യങ്ങളും ഒരു പുതിയ വിശ്വാസം സംബന്ധിച്ച് അതിൽ ആ വ്യക്തിയിലുള്ള കാര്യങ്ങളാണ്. സ്പിരിറ്റ് ഓഫ് വിസ്ഡം, സ്പിരിറ്റ് ഓഫ് റെവലേഷൻ. ഹാലലൂയ. ഈ വിസ്ഡം എന്ന് പറയുമ്പോൾ, പരിജ്ഞാനം എന്ന് പറയുമ്പോൾ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവെന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള സ്പിരിച്വൽ വിസ്ഡം, അല്ലെങ്കിൽ വിസ്ഡം ഓഫ് സ്പിരിറ്റ് ആൻഡ് വിസ്ഡം ഓഫ് സ്പിരിറ്റ് ഓഫ് റെവലേഷൻ. ഹാലലൂയ. എന്താണ് ഈ സ്പിരിറ്റ് ഓഫ് വിസ്ഡം എന്ന് പറയുന്നത്? ദൈവം എന്താണോ ഒരു കാര്യം നോക്കി കാണുന്നത്, ജീവിതത്തെക്കുറിച്ചും ഹാലലൂയ, അല്ലെങ്കിൽ സത്യത്തെക്കുറിച്ചും, അല്ലെങ്കിൽ സത്യങ്ങളെക്കുറിച്ചും ദൈവം എങ്ങനെയാണോ കാണുന്നത് അതുപോലെ കാണാനുള്ള എബിലിറ്റിയാണ് അവിടെ വിസ്ഡം എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യന്റെ ഒരു ജീവിതത്തെക്കുറിച്ച് ദൈവം എങ്ങനെ കാണും, അല്ലെങ്കിൽ ആ സത്യം എങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ പെർസ്പെക്റ്റീവിൽ എന്താണോ സത്യം, അല്ലെങ്കിൽ ദൈവത്തിന്റെ പെർസ്പെക്റ്റീവിൽ എന്താണോ ലൈഫ്, അത് അതേപോലെ തന്നെ കാണാനുള്ള എബിലിറ്റിയെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. അതായത് ഓരോ വിശ്വാസികൾക്കും, കർത്താവിനെ ക്രിസ്തുവായി അല്ലെങ്കിൽ രക്ഷകനെ അംഗീകരിച്ച ഓരോ പുതിയ വിശ്വാസിക്കും ഉള്ളിൽ കിട്ടിയിട്ടുള്ള ഗിഫ്റ്റാണ് ഈ വിസ്ഡം എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് നമ്മുടെ അകത്തെ കണ്ണ് തുറക്കാത്തൊരു പലപ്പോഴും നമുക്ക് ബോധ്യമില്ല. അതായത് ദൈവം ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ദൈവം ഒരു സംഭവത്തെ കാണുന്നത്, ദൈവം ഒരാളുടെ ജീവിതത്തെ കാണുന്നത്, ദൈവം ഒരു സത്യത്തെ എങ്ങനെയാണോ ആ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നത്, ഇതൊക്കെയാണ് അവിടെ വിസ്ഡം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്കിതെല്ലാം നമ്മളിൽ ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മൾക്ക് നമ്മുടെ അകത്തെ കണ്ണുകൾ തുറക്കാത്തത് കൊണ്ട് പലപ്പോഴും നമുക്ക് ഇതിനെ തിരിച്ചറിയാനുള്ള കഴിവില്ല. ശേഷിയില്ല, കഴിവുണ്ട്, നമ്മളതിനെ ആ കണ്ണ് തുറക്കാത്തത് നമ്മൾ പുറത്തേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് ഹാലുമാടെ മനസ്സിലാവുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുക: ദൈവമേ, എന്റെ ഈ വിശ്വാസികൾക്ക് ആ ദൈവം കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകൾ, അതായത് ദൈവം എങ്ങനെയാണ് ഒരു കാഴ്ച, ഒരു ജീവിതത്തെ, അല്ലെങ്കിൽ ആ ജീവിത സത്യത്തെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുവാൻ. എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കറിയാം, യേശു കർത്താവിന്റെ ക്രൂശിൽ സൈഡിൽ കിടന്ന് മരിച്ച ഒരു കള്ളനെ കുറിച്ച് നമുക്കറിയാം. ഈ കള്ളൻ ഒറ്റ തവണ മാത്രമേ, ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ബൈബിളിലെ വേദോസ് ഒരു സീനി മാത്രം വന്നിട്ട് പർദീസ കയറിപ്പോയ ഒരു മനുഷ്യനായി കള്ളൻ എന്ന് പറയാം. ഹല്ലേലൂയ. ഈ വ്യക്തി ഒറ്റ തവണ മാത്രമേ സീനിലുള്ളൂ. ആ വ്യക്തി ഒറ്റ തവണ മാത്രം സീനിൽ വന്നിട്ട് ദൈവത്തിന്റെ കൂടെ പർദീസയിൽ പോയ ഒരു മനുഷ്യനാണ്. അപ്പൊ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചു? പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമോ, ഒരുപാട് പേരുകൾ നിലവിളിച്ച് കാര്യം, പക്ഷെ പലപ്പോഴും കിട്ടാത്തൊരു പ്രിവിലേജ് ഈ മനുഷ്യന് കിട്ടി. അവിടെ ദൈവത്തിന്റെ ആ ഒരു വിസ്ഡത്തിന്റെ എഫക്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ മനുഷ്യന്റെ പാസ്റ്റും എല്ലാം ദൈവത്തിന് അറിയാം. ദൈവം എങ്ങനെയാണ് ഒരു കാര്യം നോക്കി കാണുന്നത്, ദൈവം മനുഷ്യന്റെ പാസ്റ്റ് അറിയാം, അവന്റെ ആ അന്നേരത്തെ കണ്ടീഷൻ അറിയാം, അവന്റെ നാവിൽ വരുന്ന വാക്കുകളെ കുറിച്ച് കർത്താവ് കേട്ടു. ദൈവത്തിന് എല്ലാം അറിയാം. ദൈവം നോക്കി കാണുന്ന പോലെ ഒരിക്കലും നമുക്ക് പലപ്പോഴും മനസ്സിലാക്കേണ്ട എടുത്ത കാര്യങ്ങളാണ് ആ ദൈവത്തിന് മനസ്സിലാക്കാൻ കഴിയാതെ. നമ്മുടെ പാസ്റ്റ് ലൈഫ്, ദൈവം സ്പേസിന്റെ പുറത്ത് നിൽക്കുന്ന ഒരാളാണ്. ദൈവത്തിന് ടൈമില്ല. ദൈവത്തിനെല്ലാം നോക്കുമ്പോൾ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എല്ലാം കാണാൻ കഴിയും. ആ ഒരു പെർസ്പെക്റ്റീവ് ദൈവം എല്ലാം നോക്കി കാണുന്നത്. ഇതേ ഒരു പെർസ്പെക്റ്റീവ് നമ്മളിലും വേണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നത്. വേണമെന്നല്ല, നമ്മുടെ അങ്ങനെ അപ്ലൈ ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ദൈവം നോക്കി കാണുന്ന പോലെ ഈ കള്ളനെ കുറിച്ച് പറഞ്ഞ കള്ളന്റെ എല്ലാ അവസ്ഥകളും ദൈവത്തിന് അറിയാം. അതായത് അവന്റെ പാസ്റ്റ് ലൈഫ് അറിയാം, പ്രസന്റ് ലൈഫ് അറിയാം, അവന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ എങ്ങനെ വന്നുള്ള ദൈവത്തിന് ഹൃദയം അറിയാം. ഇങ്ങനെ ദൈവം ഒരു കാര്യം നോക്കി കാണുന്നത്. പലപ്പോഴും നമ്മൾ അങ്ങനെയല്ല. നമ്മൾ കാണുന്നത് പലപ്പോഴും ആ ഒരു
പെർട്ടിക്കുലർ സിറ്റുവേഷൻ വെച്ച് നമ്മൾ നോക്കി കാണുന്നത്. നമുക്കൊരിക്കലും ആ വ്യക്തിയെക്കുറിച്ച് അവന്റെ പാസ്റ്റ് അറിയാമെങ്കിലും അവന്റെ പ്രസന്റ് അറിയാമെങ്കിലും പലപ്പോഴും നമ്മൾ ഒരു വ്യക്തിയെ ജഡ്ജ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ വ്യക്തിയെ എന്താ പറയുന്നത് നോക്കിക്കാണുന്നത് ആ വ്യക്തിയുടെ ആ ഒരു കറന്റ് സിറ്റുവേഷൻ വെച്ചിട്ടായിരിക്കും. അത് മാനസികമായി അത് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് വരുന്ന ഒരു വിധിയാണ്. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവത്തിന്റെ എന്ന് വെച്ചാൽ ദൈവം പറയുന്നത്, ദൈവം ഒരാളുടെ ജീവിതത്തെ വിധിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നോക്കിക്കാണുന്നത് അവന്റെ ജീവിതത്തിലെ മൊത്തം അവസ്ഥകളും വെച്ചിട്ടായിരിക്കും. രണ്ടാമത് വേറൊരു അനുഭവം എടുത്താൽ നമുക്കറിയാം, ആനന്ദ സഫീറയും പത്രോസ് അപ്പോസ്തലന്റെ മുമ്പിൽ വസ്തു കൊണ്ട് വിറ്റ ശേഷം അവർ പറഞ്ഞ കള്ളങ്ങളുണ്ട്. ആ ഒരൊറ്റ കള്ളത്തിന്റെ പേരിലായിരിക്കണമെന്നില്ല പൗലോസ് അപ്പോസ്തലൻ നാവെടുത്ത് പറഞ്ഞപ്പോൾ ഇവർ മരിച്ചു പോയത്. അവരുടെ പാസ്റ്റ് ലൈഫിൽ ഒരുപാട് അതുപോലുള്ള അനേക സംഭവം ഉണ്ടായിരുന്നിരിക്കാം. ദൈവത്തിന് അതെല്ലാം അറിയാം. നമ്മൾ അത്ഭുതപ്പെടും, ദൈവം ഒറ്റ വാക്ക്, ഒരു ചെറിയ കള്ളവല്ലേ കാണിച്ചുള്ളൂ, എന്തുകൊണ്ട് മരിച്ചു എന്നൊരു ചിന്ത നമ്മളിലേക്ക് ഉണ്ടാകും. പക്ഷെ അങ്ങനെയല്ല. അവരുടെ പാസ്റ്റ് ലൈഫിൽ ഇതുപോലുള്ള പല സംഭവങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ദൈവത്തിന്റെ വിധി അങ്ങനെയാണ്. ഒറ്റ സംഭവം കൊണ്ട് ദൈവം എല്ലാവരെയും വിധിച്ച് ചുട്ടുകളഞ്ഞ ഒരാളൊന്നുമല്ല. ദൈവം ഒരു കാര്യം അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ വളരെ ദൈവത്തിന്റെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എല്ലാം അറിയും. അങ്ങനെയാണ് ദൈവം അതിനെ വിധിക്കുന്നത്. അതേപോലുള്ള ഒരു മനസ്സ്, അതേപോലൊരു വിസ്ഡം നമ്മൾ ഉണ്ടാവണം പോലെ സപ്പോസ് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ അതേപോലെ ഒരു വിസ്ഡം ഒരു കാര്യത്തെ നോക്കി കാണുമ്പോൾ അതിനെ എങ്ങനെയാണോ ദൈവം എങ്ങനെയാണോ അതിനെ കാണുന്നത്, അതിലെങ്ങനെയാണോ ഒരു ട്രൂത്ത് അപ്ലൈ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നത്, അതേപോലെ തന്നെ വിശ്വാസികളായ നാം ഒരു സംഭവത്തെ കാണുമ്പോൾ അതിനെ ദൈവം എങ്ങനെ കാണുന്നു അപ്രകാരം കാണുവാൻ, അപ്രകാരം അതിനോട് സമീപിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ഇൻസൈറ്റ്, ഒരു സ്പിരിച്വൽ വിസ്ഡം നമ്മളിൽ ഉണ്ടാവണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു. അത് നമ്മളിൽ ഉള്ളതാണ്. പക്ഷെ അത് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി, മനസ്സിലാക്കുവാൻ വേണ്ടി, നമ്മുടെ കണ്ണുകൾ തുറക്കുവാൻ, ആത്മമനുഷ്യൻ എഴുന്നേൽക്കുവാനുള്ള ഒരു ആഗ്രഹമാണ്, ഒരു പ്രാർത്ഥനയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ കൊടുത്തുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇതിന്റെ രണ്ടാമത്തെ കാര്യം ഇതിന്റെ റെവലേഷൻ ആണ്. അതിലേക്ക് പോകാൻ ഇന്ന് എനിക്ക് സമയമില്ല, കുറെ കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് ആദ്യം പറഞ്ഞ കാര്യം, ദി സ്പിരിറ്റ് ഓഫ് വിസ്ഡം എന്ന് പറയുന്നത് ദൈവം ഒരു കാര്യത്തെ നോക്കി കാണുന്നത് എങ്ങനെയാണോ അപ്രകാരം നോക്കി, സിമ്പിളായി പറഞ്ഞാൽ ദൈവം ഒരു കാര്യം നോക്കി കാണുന്നു, അതിനെ എങ്ങനെ കാണുന്നുവോ, അതിലെങ്ങനെ സത്യം അപ്ലൈ ചെയ്യുന്നുവോ അതേപോലെ തന്നെ നമ്മൾക്കും അതിനെ നോക്കി കാണുവാനും അതിലേക്ക് ബൈബിൾ പറഞ്ഞ സത്യം അപ്ലൈ ചെയ്യുവാനുമുള്ള ഒരു ഇൻസൈറ്റ് ഉണ്ടാകുവാൻ തക്കണം ഇടയാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന ദിവസങ്ങൾ നമ്മൾ ഉയരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ച പോലെ ദൈവമേ, ഞങ്ങൾ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറന്ന് ദൈവം ഒരു കാര്യത്തെ കാണുന്നത് എങ്ങനെയാണ് അതുപോലെ കാണുവാനും അവിടേക്ക് ദൈവം പറയുന്ന സത്യങ്ങൾ അപ്ലൈ ചെയ്യുവാനും, നമ്മുടെ മാനുഷിക രീതിയിലല്ല, നമ്മുടെ ബുദ്ധിക്കൊത്തവണ്ണമല്ല, ദൈവം തരുന്ന ഇൻസൈറ്റിനൊത്തവണ്ണം മുന്നോട്ട് നീങ്ങുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ, ആഗ്രഹത്തോടെ ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും. ബിക്കോസ് ഇത് കുറച്ച് വളരെ നമുക്ക് ആത്മീയ ജീവിതത്തിന് ഒത്തിരി വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന വാക്കുകളാണ്, ആ ഒരു പ്രയറാണത്. നമ്മുടെ ദിവസങ്ങളിൽ അതിൽ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാൻ കുറച്ചുകൂടെ ലളിതമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദിവസങ്ങളിൽ കൂടുതലായി പറയുവാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുന്ന ദൈവം നമ്മളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥന വിഷയങ്ങൾ സമയത്തെ എടുത്താൽ ദൈവം സഹായിക്കുമാറാകട്ടെ. സ്തോത്രം.